അങ്ങേ ഒരിക്കലും നിപ്പ രാജാവ് എന്ന് ഞങ്ങൾ വിളിക്കില്ല. നിപ്പ റാണി എന്ന് നേരത്തെ ഒരാൾ വിളിച്ചത് കൊണ്ട് അങ്ങ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ നിപ്പ രാജാവെന്നോ എരണം കെട്ട മന്ത്രിയെന്നോ ഞങ്ങൾ വിളിക്കില്ല സാർ. കാരണം ഇത് രാഷ്ട്രീയമല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ അപകടകരമായൊരു പ്രവണതയ്ക്ക് നാം കണ്ടുവരുന്നുണ്ട്. അതിനെ നേരിടാനുള്ള മാർഗം എന്താണെന്ന് സാർ, പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ജനസാന്ദ്രതയും പശ്ചിമഘട്ടം ഉൾപ്പെടെ പെടുന്ന സ്ഥലത്തെ കാലാവസ്ഥയുടെ വ്യതിയാനവും കൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള രോഗങ്ങളെല്ലാം ഫംഗസ്, വൈറസ്, ബാക്ടീരിയ തുടങ്ങിയവയുടെ പ്രവർത്തന ഫലമാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അതിനെ എങ്ങനെ തടയാമെന്നുള്ള കാര്യത്തിലല്ലേ സാർ നമ്മൾ ഗൗരവമായി ഒരു പരിശോധന നടത്തേണ്ടത്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമായി കേരളത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സാർ യാഥാർത്ഥ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയും വകുപ്പ് മേധാവികളും ഞങ്ങൾ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് വളരെ വിശദമായ ചർച്ച നടത്തി ഈ ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആലോചിച്ചതല്ലേ സാർ. ആ ആലോചന നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രേഖകളിൽ അത് ബോധ്യപ്പെടേണ്ടതുണ്ട് സാർ. ഇതിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നിതാന്ത ജാഗ്രതയോടെ ഈ ഘട്ടത്തിൽ ഇടപെടണം എന്നാണ് സാർ. സാർ അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങ് സംരക്ഷണം തരേണ്ടവരാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജില്ലകളിൽ നടത്തുന്ന മഴക്കാല പൂർവ്വ രോഗങ്ങളെ നേരിടാനുള്ള അടിയന്തരമായ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ സാർ ഇത്തവണ MLA-മാരെ വിളിച്ചില്ലേ സാർ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്ത നടപടിയെടുക്കുന്നത്? ഞാൻ എൻ്റെ ജില്ലയിലെ ചുമതലക്കാരനായ മന്ത്രിയോട് പരാതി പറഞ്ഞു. ഞങ്ങൾ ഇടതുപക്ഷ MLA-മാർ മാത്രമല്ല, പ്രതിപക്ഷ MLA-മാർ മാത്രമല്ല, ഈ പ്രവർത്തനങ്ങളോട് സഹകരിക്കേണ്ട 102 മന്ത്രിമാർ കഴിച്ച പ്രവർത്തന രംഗത്ത് ഉള്ള ഭരണകക്ഷി MLA-മാർ കൂടിയില്ലേ സാർ? സാധാരണ 10 വർഷക്കാലം മാത്രമല്ല, ദീർഘമായൊരു കാലം, ഏറ്റവും കൂടുതൽ കാലത്ത് അനുഭവമുള്ള അങ്ങേക്കാണ്. ഏത് ഗവൺമെന്റ് വന്നാലും MLA-മാരെ വിളിച്ച് യോഗം ചേർന്ന് അവരുടെ കൂടി നേതൃത്വത്തിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ശ്രമിക്കില്ലേ സാർ? വളരെ ദയനീയമായി ആ യോഗം വിളിക്കാതെ പോയത് സാർ. കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകളിലൊന്നല്ലേ സാർ കേരളത്തിന്റെ ആരോഗ്യ മേഖല? ആ ആരോഗ്യ മേഖലയിൽ ഇത്രയും ഗൗരവമായൊരു പ്രശ്നം വന്നാൽ ആരോഗ്യമന്ത്രിയല്ല, DHS മുതൽ പൊതു ആരോഗ്യ വിദഗ്ധന്റെ മേധാവി മുതൽ ശുചീകരണ തൊഴിലാളി വരെ ഒരു മനസ്സായി നിൽക്കണ്ടേ സാർ? ഇവിടെ പറഞ്ഞല്ലോ 25/5/2026 കേരള PSCയുടെ സെക്രട്ടറി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന് അയച്ച 2 പേജുള്ള ഉത്തരവിനെ കുറിച്ചാണല്ലോ, അഡ്വൈസ് മെമ്മോനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഗൗരവമായൊരു പ്രശ്നമാണെന്ന് PSCക്ക് തന്നെ ബോധ്യപ്പെട്ട് PSC പറഞ്ഞിരിക്കുകയാണ് സാർ. വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് ആവശ്യമെങ്കിൽ ഈ ലിസ്റ്റിൽപ്പെട്ടവരെ താൽക്കാലികമായി നിയമിക്കാൻ DHSന് അനുവാദം കൊടുത്തുകൊണ്ടുള്ളൊരു ഉത്തരവാണ് സാർ. എങ്ങനെ ശരിയാവും? ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 DHS ഇരിക്കുകയാണ്. അധികാര തർക്കത്തിന്റെ പ്രശ്നമാണ്, മൂപ്പെളിമയെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിനൊരു തീരുമാനം എടുക്കണ്ടേ സാർ ഗവൺമെന്റ്? കോടതി പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നിലവിലുള്ള DHSനെയാണോ ഞങ്ങൾ അംഗീകരിക്കുന്നത്, അതോ കോടതി വിധിയാണോ അംഗീകരിക്കുന്നത്? ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 DHSമാരിരുന്ന് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അപമാനകരമായ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയാണോ സാർ? നേരത്തെ അനുഭവങ്ങളില്ലേ സാർ? നേരത്തെ നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടതല്ലേ? 2 ഗവൺമെന്റ് മുമ്പ് ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് സ്ഥിരീകരിച്ചത് ഈ കേരളത്തിലല്ലേ സാർ? ചൈനയിലെ വുഹാനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ 3 പേർ ഈ കേരളത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് സാർ കേരളത്തിന് അത് പിടികിട്ടിയത്? ചൈനയിലെ വുഹാനിൽ ഇതുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ കേരളത്തിൽ എല്ലാ എയർപോർട്ടുകളിലും പരിശോധന സജ്ജമാക്കി. അങ്ങനെ ഒന്നുണ്ട് എന്ന് കാണുമ്പോൾ അങ്ങുൾപ്പെടെ നമ്മളെല്ലാവരും ഈ നിയമസഭയിലാണ്. മണിക്കൂറുകൾക്കകം ആരോഗ്യ വകുപ്പ് മന്ത്രിയും ജില്ലയിലെ 3 മന്ത്രിമാരും ആ സ്ഥലത്തെത്തി 2.5 മണിക്കൂർ നേരം യോഗം നടത്തി മെഡിക്കൽ കോളേജുകളെ സജ്ജമാക്കി. അതാണല്ലോ സാർ ജാഗ്രത. ആ ജാഗ്രതയിലേക്ക് പോകാതെ വളരെ വില കുറഞ്ഞ് രാഷ്ട്രീയപരമായി ഈ കാര്യത്തെ കാണുന്നതിൽ ഒരു പ്രയാസം ഗൗരവമായി ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ലേ സാർ ഈ പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുന്നത്? ഈ രോഗം വരുന്നതിന്റെ കാരണമുണ്ട് സാർ. പണ്ട് കോവിഡ് വന്ന കാലത്ത് ഒരു കേന്ദ്രമന്ത്രി കിണ്ണത്തിൽ കൊട്ടിയാൽ കോവിഡ് പോകും എന്ന് പറഞ്ഞതുപോലെ മേശപ്പുറത്ത് കൊട്ടിയാൽ പോകാവുന്ന രോഗങ്ങളല്ല കേരളത്തിന് മുമ്പിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം സാർ. മിനിറ്റിന്റെ കണക്ക് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല, എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യാത്ത വളരെ സിമ്പിളായി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കേരളം ഒരുമിച്ച് ഒരു മനസ്സായി നിൽക്കേണ്ട സംഭവത്തെ അത്തരത്തിൽ നിന്ന് ലളിതമായി കാണുന്ന ഈ ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിക്കും. ഞാനും എന്റെ കക്ഷി ഔട്ട് ചെയ്യാണ് സാർ.